ഹേ ഗായ്സ്, അപ്പോൾ ഇന്നൊരു അടിപൊളി ഗോതമ്പ് പായസം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗോതമ്പ് 2 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചു. ഈ നമ്മൾ ലാസ്റ്റ് വറുത്തെടുക്കില്ല തേങ്ങ, എന്നിട്ട് അതിനകത്തേക്ക് ചേർക്കില്ല, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 മുഴുവൻ തേങ്ങയാണ് കേട്ടോ നമ്മൾ എടുത്ത് അതിൻ്റെ 1-ാം പാൽ 2-ാം പാലിൽ നിന്ന് 2ആയിട്ട് ഞാൻ മാറ്റി വെച്ചു. എന്നിട്ട് മുന്തിരിയും കശുവണ്ടിയും പിന്നെ നമ്മൾ വറുത്ത് ലാസ്റ്റ് ഇടൂല തേങ്ങ, അതും കൂടെ ഒന്ന് നന്നായിട്ട് നെയ്യിലിട്ട് വറുത്തെടുത്തു കേട്ടോ. എന്നിട്ട് നമ്മുടെ ശർക്കര നന്നായിട്ട് മെൽറ്റാക്കിയതിന് ശേഷം അതിനകത്തേക്ക് 2-ാം പാൽ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി അതിനകത്തേക്ക് ഗോതമ്പ് കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുറുകണം കേട്ടോ. നന്നായി കുറുകി വരുമ്പോൾ നമ്മൾ 1-ാം പാലുണ്ടല്ലോ അതും കൂടെ ഒഴിച്ചേക്കണേ. എന്നിട്ട് അവസാനം അതും നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് ഏലയ്ക്ക നന്നായിട്ട് പൊടിച്ചെടുക്കണം. പിന്നെ നമ്മൾ വറുത്ത് വെച്ച എല്ലാ സാധനവും അതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. അവസാനം നമ്മൾ വറുത്ത നെയ്യ് ഉണ്ടല്ലോ ആ നെയ്യും കൂടെ ഒഴിച്ച് സെറ്റാവും കേട്ടോ. അപ്പം നമ്മൾ പായസം ഉണ്ടാക്കിയത് മുകളിലെ വീട്ടിലെ ചേച്ചിക്കും കൊടുത്തു, പിള്ളേർക്കും കൊടുത്തു. പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടമായി, അവർക്ക് ഒത്തിരി ഇഷ്ടമായി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.